മത്സരത്തിന് തുടക്കമായിരിക്കുന്നു. മേൽപ്പാടം നിരണം നടുഭാഗം വിയപുരം. ആരാണിത്? ഇതാണ് ഒരു ഉദാത്ത മത്സരം, ഉദാത്തമായൊരു ക്ലാസിക് ഫൈനൽ ഉണ്ടെങ്കിൽ ഇതാ ഈ സന്ധ്യാനേരത്ത് 5:55 ഈ സന്ധ്യാനേരത്ത് പുന്നമടയുടെ ഓളപ്പരപ്പുകളെ തീപിടിപ്പിക്കുമെന്ന് പറഞ്ഞാൽ അവിശ്വസിക്കേണ്ട കാര്യമില്ല. പ്രിയപ്പെട്ട ജലോത്സവ പ്രേമികളെ, ഈ കാണികളെ, പ്രേക്ഷകരെ, ഇതാ കുതിച്ചു പായുന്നു ചാട്ടുളി പോലെ. 4 ട്രാക്കിലും 4 പേർ. മൂന്നാമത്തെ ട്രാക്കിൽ പോകുന്ന നിരണം നടുഭാഗമാണ് മുന്നിൽ. മൂന്നാമത്തെ ട്രാക്കിലെ നടുഭാഗമാണ് മുന്നിൽ നിന്നാണ് ഈ കാഴ്ചയിൽ മനസ്സിലാവുന്നത്. പക്ഷേ ഏത് നിമിഷം വേണമെങ്കിലും മാറി പറയാം. ഇത് ആത്യന്തിക ഫൈനൽ. തീർച്ചയായും 4 മിനിറ്റ് 20 വന്ന നടുഭാഗം തന്നെ ലീഡ് ചെയ്യുന്നൊരു കാഴ്ച. എന്നാൽ പള്ളാത്തുരുത്തിക്ക് ഇത് മരണ പോരാട്ടമാണ്. 60 ദിവസങ്ങൾ കഠിന പരിശീലനത്തിൽ വന്ന പള്ളാത്തുരുത്തി മേൽപ്പാടം ചുണ്ടന്റെ ചിറകിലേറി ഈ നടുഭാഗത്തെ പിടിച്ചു കെട്ടുമോ, നിരണത്തെ പിടിച്ചു കെട്ടുമോ, അതോ ഈ 3 വള്ളങ്ങളെ പരാജയപ്പെടുത്തി വില്ലേജ് ബോട്ട് ക്ലബ് കൈനകരി ഏതാണ്ട് 35 വർഷങ്ങൾക്ക് ശേഷം നെഹ്റു ട്രോഫി 38 വർഷങ്ങൾക്ക് ശേഷം നേടുമോ എന്നറിയാൻ കാത്തിരിക്കുകയാണ് മേൽപ്പാടം. പള്ളാത്തുരുത്തി നമ്മുടെ ചെറമുറിയിലേക്ക് വള്ളങ്ങൾ എത്തിയിട്ടില്ല. ചെറമുറിക്ക് മുമ്പുള്ള ആ തോടിന്റെ പകുതി ഭാഗത്തുള്ള ആദ്യത്തെ ബഫർ തോടിലേക്ക് വരുമ്പോൾ മേൽപ്പാടമാണോ മുന്നിൽ? ഇല്ല, നടുഭാഗത്തിന് ചുണ്ട് അല്പം മുമ്പിലേക്ക്. അയ്യപ്പദാസേ, ഉറപ്പായും ഇതാ നോക്കുക, ചാട്ടുളി പോലെ കുതിച്ചു പാഞ്ഞു തുടങ്ങിയ 4 ചുണ്ടൻ വള്ളങ്ങൾ. ആ ചുണ്ടൻ വള്ളങ്ങളിലേറിയ 100-ലേറെ വരുന്ന വിയപുരം ഇതാ മുന്നോട്ട് പോകുന്നു എന്ന മനോഹര കാഴ്ച. ഇതാ മേൽപ്പാടമാണോ ഒന്നാമത്? മേൽപ്പാടമാണോ PBC പള്ളാതുരുത്തി ബോട്ട് ക്ലബിന്റെ മേൽപ്പാടമാണോ, അതോ നിരണമാണോ, നടുഭാഗമാണോ, വിയപുരമാണോ? സെക്കൻഡുകൾക്കകം നമുക്കറിയാം. അതാ നോക്കൂ, വെള്ളത്തുള്ളികളെ തട്ടിത്തെറിപ്പിച്ച് കുഞ്ഞോളങ്ങളെ ആരംഭിടിപ്പിച്ച് ഒപ്പത്തിനൊപ്പം ഒരടിക്ക് 1.5 അടിക്ക് ഇല്ല, ഒപ്പത്തിനൊപ്പം. ഇതാ നോക്കൂ, അടുത്ത സെക്കൻഡുകളിൽ നമുക്കറിയാം ആരാണ് 2025 നെഹ്റു ട്രോഫി ചാമ്പ്യന്മാർ. തീർച്ചയായും മേൽപ്പാടത്തിന് പ്രസ്റ്റീജ് മത്സരമാണ്, നടുഭാഗത്തിന് പ്രസ്റ്റീജ് മത്സരമാണ്. പത്തനംതിട്ട ജില്ലക്കാരുടെ നിരണമേ ഒന്നുണരുക. ഈ 3 വള്ളങ്ങളെ പരാജയപ്പെടുത്തി പത്തനംതിട്ട ജില്ലയിലേക്ക് നിനക്ക് കൊണ്ടുപോകണ്ടേ? ചെറമുറിയിലേക്ക് വള്ളമെത്തുന്നു. അയ്യപ്പദാസേ, ഇനി 1.5 മിനിറ്റിനുള്ളിൽ ഈ മത്സരം അവസാനിക്കും. മേൽപ്പാടമാണോ പള്ളാത്തുരുത്തി? അലൽ അനേടൻ കോശി 3 വിക്കറ്റിന് ഹാട്രിക്, രാജു വടക്കത്തിന് ഹാട്രിക് തകർക്കപ്പെടുമോ? ഞാൻ ചോദിക്കട്ടെ, വിയപുരമേ ആ കണക്കങ്ങ് തീർക്കാതെ മടങ്ങാനാകുമോ? ആ ഹൃദയത്തിലെ മുറിവങ്ങ് ഉണക്കാതെ മടങ്ങാനാകുമോ? വിയപുരമേ കുതിച്ചു വായു. നിങ്ങളുടെ കരങ്ങൾക്കുള്ളിൽ ഒരു കപ്പിത നിമിഷങ്ങൾക്കകം കിട്ടിയേക്കാം. അതുകൊണ്ട് വിയപുരമേ ചാമ്പ്യന്മാരാണ് നിങ്ങൾ. വിയപുരമേ നിങ്ങളും ഉണർന്നു മുന്നേറുക. നിരണം, മേൽപ്പാടം, നടുഭാഗം, വിയപുരം. മേൽപ്പാടം തന്നെ അല്പം ലീഡിലേക്ക് കുതിക്കുന്ന കാഴ്ച. 1-2 തുടപ്പാടിന് മേൽപ്പാടം കുതിക്കുന്നു. 2, 3, 4 ട്രാക്കുകളിൽ ഒരു 3 വള്ളങ്ങളും നിരണവും നടുഭാഗവും വിയപുരവും ഒപ്പമെത്താനുണ്ട് ശ്രമിക്കുന്നുണ്ട്. തെങ്ങോലകൾ പോലും നിശ്ചലമായിരിക്കുന്നു, കാറ്റടിക്കുന്നില്ല. മേൽപ്പാടം ഇതാ ഇറങ്ങിക്കഴിഞ്ഞ് മേൽപ്പാടം 6ാമത് ട്രോഫിയിലേക്ക്, ഡബിൾ ഹാട്രിക്കിലേക്ക് പോകുന്നു. സുന്ദരമായ രീതിയിൽ മേൽപ്പാടം അല്പം ലീഡിൽ, നടുഭാഗം കൂടെയുണ്ട്. നിരണവും വിയപുരം ഒപ്പത്തിനൊപ്പമുണ്ട്. അയ്യപ്പദാസേ, എന്താണ് ഈ മത്സരം? ഒന്നും പറയാൻ പറ്റില്ല. ഇതല്ലേ യഥാർത്ഥ ഫൈനൽ, ഇതല്ലേ ക്ലാസിക് ഫൈനൽ. ഉസൈൻ ബോൾട്ട് 10 സെക്കൻഡിൽ താഴെ 100 മീറ്റർ ഓടിയെത്തുമ്പോ തൊട്ടുപിന്നിൽ അതിശയകരം. ആരാണ് മുന്നിൽ? 4ാം ട്രാക്കിലെ വിയപുരം. ഓ, എന്തൊരു മനോഹരമായ ഫൈനൽ. ഇതാ 4ാം ട്രാക്കിലെ വിയപുരം കഴിഞ്ഞ വർഷത്തെ പരാജയത്തിന് കണക്ക് തീർത്തുകൊണ്ട് പള്ളാത്തുരുത്തിയെ അടിച്ചു പറിക്കാൻ പോകുന്നു. ഇതാ ഇല്ല, പള്ളാത്തുരുത്തി ഒപ്പമെത്താൻ ശ്രമിക്കുന്നു. വിയപുരം ശ്രമിക്കുന്നു. പള്ളാത്തുരുത്തി നിരടത്തേക്കാൾ 3-4 ആളുകൾ ഫിനിഷ് ടച്ചിലേക്ക് വരട്ടി ശ്രമം കൊടുക്കുന്നു. തുടരൂ. ഒന്നും പറയാൻ പറ്റില്ല. മേൽപ്പാടവും നിരണവും നടുഭാഗവും വിയപുരവും. ഇതെന്തൊരു മത്സരം! എന്തൊരു അതിശയകരമായ മത്സരമാണിത്. വിയപുരം ആ കണക്ക് തീർക്കുന്നു. 2020 മുതൽ പറഞ്ഞു വിയപുരത്തിന് കണക്കുണ്ടെന്ന്. എത്ര കൃത്യമായ എന്ത് മനോഹരം! ആ കനലെരിയുന്ന കനലിന് നോക്കൂ.